സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. റിമാൻഡിലുള്ള പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. എറണാകുളം സൗത്ത് പോലീസാണ് ഷർഷാദിനെ ചെന്നൈയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിൽ എത്തിച്ചത്. അറസ്റ്റ് ചെയ്ത് ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ കേസിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഷർഷാദിനെ നമുക്കറിയാം, മാധ്യമങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപ് വിശുദ്ധനായി ആഘോഷിച്ച മഹാനാണ് മുഹമ്മദ് ഷർഷാദ്. ഏതായാലും ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്ത് തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. മനു, ഗുഡ് മോർണിംഗ്. സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഷർഷാദ് നടത്തിയിട്ടുള്ളത്. അത് ഒന്നും രണ്ടും ചെറിയ തുകയുടെ അല്ല, 40 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഇയാൾ നടത്തി എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ച പരാതി. പോലീസിൻ്റെ എഫ്ഐആറിൽ അത് പറയുന്നുമുണ്ട്. 2 പേരിൽ നിന്നായാണ് ഇയാൾ ഈ 40 ലക്ഷം തട്ടിയെടുത്തത് എന്നുള്ളതാണ്. ഈ പരാതിക്കാർ എറണാകുളം സ്വദേശികളാണ്. എളംകുളം, കടവന്ത്ര ഇങ്ങനെ 2 ഇടങ്ങളിലുള്ള 2 പേരാണ് ഈ പരാതിക്കാർ. ഇവരുടെ പരാതി അനുസരിച്ച് ഈ ഷർഷാദ് ഡയറക്ടറായ ചെന്നൈയിലെ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ലാഭവിഹിതവും നൽകാം എന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വാഗ്ദാനം നൽകി നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ഇതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 30 ലക്ഷവും മറ്റേയാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷവുമാണ് ഈ ഷർഷാദ് വാങ്ങിയത്. 24% വാർഷിക റിട്ടേണും 5% വീതം ഓഹരി വിഹിതവും ലാഭവും ഒക്കെ നൽകാം എന്നുള്ളതായിരുന്നു ഷർഷാദിൻ്റെ വാഗ്ദാനം. അത് 2023 ഫെബ്രുവരിയിലും സെപ്റ്റംബറിലുമായാണ് ഇവരിൽ നിന്ന് ഈ തുക വാങ്ങിയത്. 2 വർഷം കഴിഞ്ഞു, ഒരനക്കവുമില്ല. ഒരു തുക ലാഭമോ അല്ലെങ്കിൽ മുതലോ ഒന്നും തന്നെ ഇയാൾ തിരിച്ചു നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് 2 പേരും പരാതി നൽകിയത്. ആ പരാതി ലഭിച്ച് ഉടൻ തന്നെ പോലീസ് ഇതിൽ സത്വരമായ നടപടി സ്വീകരിച്ചു. ഇയാൾ ചെന്നൈയിലാണ് ഈ ഷർഷാദ് ഉണ്ടായിരുന്നത്. അവിടെ വെള്ളിയാഴ്ച പോലീസ് നേരിട്ടെത്തി ചെന്നൈ വടവളനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷർഷാദിനെ കയ്യോടെ പൊക്കി നേരെ കൊച്ചിയിലേക്ക് എത്തിക്കാനുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷർഷാദിനെ കൊച്ചിയിലെത്തിച്ചത്. അന്ന് തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഷർഷാദിനെ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഷർഷാദിനെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലായിരുന്നു ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത്, മറ്റാരെങ്കിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഷർഷാദിനെ വിശദമായി ചോദ്യം ചെയ്യണം. അതിനുവേണ്ടിയാണ് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക. പരമാവധി ദിവസം കസ്റ്റഡിയിൽ ലഭിക്കണം എന്ന് തന്നെയായിരിക്കും പോലീസ് ആവശ്യപ്പെടുക. അങ്ങനെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ദിവസം ഇന്ന് സമർപ്പിച്ചാൽ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. പരിഗണിക്കുന്നതിന് മുൻപായി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കും. പ്രൊഡക്ഷൻ വാറണ്ട് അനുസരിച്ച് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. പ്രതിയുടെ സാന്നിധ്യത്തിൽ ഈ കസ്റ്റഡി അപേക്ഷയിൽ വാദം കേട്ട ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വിട്ടു നൽകുക. അങ്ങനെ ലഭിച്ചാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഓക്കെ ഉമേഷ്, അത് നിയമപരമായ കാര്യങ്ങൾ. ഞാൻ ഈ ഷർഷാദിനെ കുറിച്ച് ഇനി ഓർക്കുകയായിരുന്നു. ഉമേഷും നമ്മളാരും മറക്കില്ല, കുറച്ച് നാളുകൾക്ക് മുൻപ് ഇയാൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ഇയാളെ വിശുദ്ധനായി അവതരിപ്പിച്ച് എന്തുകൊണ്ടായിരുന്നു? CPIM-നെതിരെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇയാളെ എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടാടിയത്. ഇപ്പോൾ ആർക്കും വേണ്ട അല്ലേ, മാധ്യമങ്ങൾക്കും വേണ്ട അയാളുടെ തൽസ്വഭാവം എന്താണെന്ന് പുറത്തു വന്നതോടുകൂടി. ഒന്ന് ഓർത്ത് നോക്കൂ, CPIM-നെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആരെയും വിശുദ്ധനാക്കുകയും ആരെയും മഹാന്മാരാക്കുകയും ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു മാധ്യമ പ്രതിപക്ഷ സംസ്കാരം കൂടിയാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. അതെ, അന്ന് ഈ CPIM നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയൊക്കെയാണ് ഈ ഷർഷാദ്, ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകനെതിരെയും ഒക്കെ വ്യാജ ആരോപണങ്ങൾ തുടർച്ചയായി ഇയാൾ ഉന്നയിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ മാധ്യമങ്ങൾ ഇയാളെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇയാളുടെ പ്രതികരണം പതിവായി തേടുകയൊക്കെ ഉണ്ടായി. ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ പ്രതികരണങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഇയാളൊരു തട്ടിപ്പുകാരനാണ് എന്ന് CPIM നേതാക്കൾ വ്യക്തമാക്കിയിരുന്നതാണ്. മാത്രമല്ല, ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണ്. അതുകൊണ്ട് മാനനഷ്ട കേസടക്കം MV ഗോവിന്ദൻ മാഷടക്കം സ്വീകരിച്ചതാണ്. വക്കീൽ നോട്ടീസ് അടക്കം ഷർഷാദിന് അയച്ചതാണ്. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഇയാളെ വലിയ വിശുദ്ധനായൊക്കെ മനു സൂചിപ്പിച്ചതുപോലെ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇയാൾ തട്ടിപ്പുകാരനാണ് എന്നുള്ള കള്ളി ഇപ്പോൾ വെളിച്ചത്താവുകയാണ്. ആ ഘട്ടത്തിൽ വലിയ രീതിയിലൊക്കെ മാധ്യമങ്ങൾ ആ വാർത്ത നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത ഒഴിച്ചാൽ മറ്റ് ഇയാളുടെ തട്ടിപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താനോ ഒന്നും മറ്റു മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും വലിയ തുകയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആൾ തന്നെയാണ് ഈ മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്നയാൾ. അയാളുടെ കൂടുതൽ തട്ടിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അത് അയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.